കേരളത്തിൽ ഇത്രയും പേര് വരുന്നതിന്റെ ഒരു കാരണം കേരളത്തിലെ പോലീസിന്റെയും കോടതിയുടെയും എഫക്റ്റീവ്നെസ് ആണ്. ഗുജറാത്തിൽ 1900 പേരെ ഗുജറാത്ത് കലാപത്തിൽ കൊന്നു. 1500 മുസ്ലിം ചത്തു, 300ഓളം ഹിന്ദുക്കളും ചത്തു. ആകെ ശിക്ഷിച്ചെത്രയെന്നറിയാമോ? 28 പേരെ. 200ഓളം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ബലാത്സംഗത്തെ ശിക്ഷിച്ചത് 2 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത കേസിൽ. ബാക്കിയുള്ള കുറ്റവാളികളെ മാർച്ച് ചെയ്ത് പോവാ വീട്ടിലെ. ഇന്ദിരാഗാന്ധിയെ കൊന്നു. കേരളത്തിൽ ഇന്ത്യയിലെ 4200 സിഖുകാരെയും സ്ത്രീകളെയും തീവെച്ച് കൊന്നു. ശിക്ഷിക്കപ്പെട്ട ആരാന്നറിയാമോ? ഒരു കോൺഗ്രസ് നേതാവിന്, ഒറ്റ കോൺഗ്രസ് നേതാവിന്. പിന്നെ ഒരു 42-44 പേർക്ക് ശിക്ഷ കിട്ടി. ബാക്കി 4000 പേരെ കൊന്നവൻ സുഖമായിട്ട് വീട്ടിൽ പോയി ജീവിക്കുകയാണ്. കേരളത്തിൽ എന്ത് പറ്റുന്ന പറയുമ്പോൾ കേരളത്തിൽ 2002 ശേഷം ഇന്ത്യയിലെ നമ്പർ 1 പോലീസാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ മുഴുവൻ 26% പേർ കൺവിക്ഷൻ ആവുമ്പോൾ കേരളത്തിൽ 74% കൺവിക്ഷൻ റേറ്റ്. അത് പോലീസിന്റെ എഫക്റ്റീവ്നെസ് ആണ്. പോലീസ് കഴിഞ്ഞ 24 വർഷമായിട്ട് കേരള പോലീസാണ് ഇന്ത്യയിലെ നമ്പർ 1 പോലീസ്. IB റേറ്റിംഗില്, ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ റേറ്റിംഗില് 32 പത്രങ്ങൾ ചെയ്തിട്ട് പോലീസിനെ റേറ്റ് ചെയ്യും. അതിൽ 2002 ശേഷം 2025 വരെ കണ്ടിന്യൂസ് ആയിട്ട് 23 വർഷം കേരള പോലീസാണ് ഇന്ത്യയിലെ നമ്പർ 1 പോലീസ്. പിന്നെ കൺവിക്ഷൻ റേറ്റിൽ കേരളത്തിലെ ജഡ്ജിമാരാണ് ഏറ്റവും ബെസ്റ്റ് കൺവിക്ഷൻ റേറ്റ്. കഴിവുണ്ടെങ്കിൽ, എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ശിക്ഷിച്ചിരിക്കും. ഇന്ത്യയിലെ മറ്റേ സംസ്ഥാനമൊന്നുമല്ല. എന്തെങ്കിലും വകുപ്പ് പറഞ്ഞ് പ്രതിയെ അങ്ങ് തുറന്നുവിടും. അപ്പൊ അങ്ങനെ ഒരു ബെസ്റ്റ് പോലീസും ബെസ്റ്റ് ജുഡീഷ്യറിയുണ്ട്. 74% ആളുകൾ കൺവിക്ഷൻ ആവും. അതുകൊണ്ടാണ് കേരളത്തിൽ 14,400 പേര് കിടക്കുന്നത്. അതിൽ ഈ കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ 3,300 മാത്രമേ ഉള്ളൂ ഇത് ആപ്ലിക്കബിൾ. അപ്പൊ ജയിലിലോട്ട് കയറി അവിടെ എല്ലാം കിട്ടും. എന്നാൽ പിന്നെ ഇത്രയും കിട്ടും, നമുക്ക് ജയിലിൽ പൊക്കളയാം. അത് ന്യായം ശരിയല്ല.